വാട്സ്ആപ്പ് ഗേസ് ബോക്സ്മെന്റ് നാസിമാണ് മെറ്റയുടെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയാസിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പല ആളുകളും പറയാറുണ്ട്. പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. അതിന്റെ തെളിവൊക്കെ പല ആളുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും പല ആളുകൾക്കും ഡൗട്ട് ഉണ്ട്, ഇത് എങ്ങനെയാണ് കിട്ടുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഏതൊക്കെ വഴി എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ക്യാഷ് കിട്ടുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയും ഉറപ്പായിട്ടും മെച്ചു കൊടുക്കുക. ആദ്യം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. പ്രധാനമായിട്ടും ഇൻസ്റ്റഗ്രാമിൽ നിന്നും 5 കാര്യങ്ങൾ വഴിയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ക്യാഷ് തരുന്നത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്നും 4 കാറ്റഗറി വഴി. 4 കാറ്റഗറി എടുത്താൽ കൂടി ഫേസ്ബുക്കിൽ നിന്നും 3 കാറ്റഗറി അല്ലെങ്കിൽ 3 മോണിറ്റൈസേഷൻ ടൂൾ വഴിയാണ് ഏറ്റവും കൂടുതലായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഫേസ്ബുക്കിൽ നിന്നും ഒരുപാട് ആളുകൾക്ക് ക്യാഷ് കിട്ടിയെന്ന് പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരുപാട് ക്യാഷ് ഒന്നും ഏൺ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പല ആളുകളും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലെ ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ എന്നുള്ള സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു മോണിറ്റൈസേഷൻ ടൂളുകളൊക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഏൺ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരു ക്രൈറ്റീരിയ നമ്മുടെ മെറ്റ ടീം എല്ലാ ആളുകൾക്കും വെച്ചിട്ടുണ്ട്. ആ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നിങ്ങൾക്ക് 1000 ഫോളോവേഴ്സ് വേണം. ചില ക്രിയേറ്റേഴ്സിന് അത് 500 ആണെന്നും ഇൻസ്റ്റഗ്രാം പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലേക്ക് വന്നു കഴിയുമ്പോൾ മിനിമം 5000 ഫോളോവേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കോമൺ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കരുത്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും മോണിറ്റൈസേഷൻ എനേബിൾ ആയി അതിൽ നിന്നും ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ഒരു പബ്ലിക് അക്കൗണ്ട് ആയിരിക്കണം. അതുകൂടാതെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം. ഇതിനു മുന്നേ എങ്ങനെയാണ് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. പെട്ടെന്നൊന്ന് പറഞ്ഞു പോയി കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിനു ശേഷം എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് എ ന്യൂ പ്രൊഫഷണൽ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ബിസിനസ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ടിനെ നമുക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങളുടെ ആദ്യത്തെ പടി എന്ന് പറയുന്ന കാര്യം ഓക്കെ ആയിരിക്കുകയാണ്. പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യം. ഇനി ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 1000 ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് ഗിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്കിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സ്റ്റാഴ്സ് എന്ന് പറയുന്ന മോണിറ്റൈസേഷൻ ടൂൾ വഴിയാണ് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഗിഫ്റ്റ് ആണെങ്കിലും സ്റ്റാഴ്സ് ആണെങ്കിലും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം അവർക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് സ്റ്റാഴ്സോ അല്ലെങ്കിൽ ഗിഫ്റ്റോ അയച്ച് തന്നു കഴിഞ്ഞാൽ മാത്രമേ ക്യാഷ് ആയിട്ട് അത് കൺവേർട്ട് ആകത്തുള്ളൂ. ഏകദേശം 45 രൂപ മുതൽ 450 രൂപ വരെയാണ് ഗിഫ്റ്റിലും സ്റ്റാഴ്സിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുവാൻ വേണ്ടി ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം അത്യാവശ്യം എൻഗേജ്മെന്റ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇത് ഓൺ ആയി കിട്ടും. പക്ഷേ എങ്കിൽ ഫേസ്ബുക്കിലേക്ക് വന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. ഒരു ക്രൈറ്റീരിയ ഫേസ്ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു ക്രൈറ്റീരിയ ഫുൾ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ സ്റ്റാഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കത്തുള്ളൂ. 60,000 മിനിറ്റ്സ് അല്ലെങ്കിൽ 60,000 പബ്ലിക് മിനിറ്റ്സ് ആളുകൾ നമ്മുടെ റീല് അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ എൻഗേജ്മെന്റിലേക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റാഴ്സ് ഫേസ്ബുക്കിൽ ഓപ്പൺ ആയി കിട്ടത്തുള്ളൂ. പക്ഷേങ്കിൽ ഗിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ 1000 ഫോളോവേഴ്സ് ഉണ്ട്, അത്യാവശ്യം എൻഗേജ്മെന്റ് ഉണ്ട്, പ്രൊഫഷണൽ അക്കൗണ്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് ഓൺ ആയി കിട്ടും. ദെൻ ഇൻസ്റ്റാഗ്രാമിൽ രണ്ടാമതായിട്ട് വരുന്നത് ബ്രാൻഡഡ് കണ്ടന്റ് ആണ്. ഇതിനും 1000 ഫോളോവേഴ്സ് ആണ് വേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിലൊരു എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ ബ്രാൻഡുകളുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രാൻഡഡ് കണ്ടന്റ് എന്നുള്ള ഒരു മോണിറ്റൈസേഷൻ ടൂൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ആയി കിട്ടും. പക്ഷേങ്കിൽ ഫേസ്ബുക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രാൻഡഡ് കണക്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നില്ല. അതിന് പകരം നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ആണ് വരുന്നത്. ഏകദേശം 6 ലക്ഷം മിനിറ്റ്സ് പബ്ലിക് ആയിട്ടുള്ള ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന റീൽസ് പോസ്റ്റ് കണ്ടു കഴിഞ്ഞാലാണ് ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് ഫില്ലപ്പ് ചെയ്തതിനു ശേഷം കണ്ടന്റ് മോണിറ്റൈസേഷൻ വഴി ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ്, റീല്, വീഡിയോ അല്ലെങ്കിൽ എഴുത്ത് എന്തുമായിക്കോട്ടെ, ഫോട്ടോസ് ഇതെല്ലാം ഇട്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ക്യാഷ് കണ്ടന്റ് മോണിറ്റൈസേഷൻ വഴി നമുക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രാൻഡഡ് കണ്ടന്റ് ആണ് വരുന്നത്. ബ്രാൻഡഡ് കണ്ടന്റും കണ്ടന്റ് മോണിറ്റൈസേഷൻ രണ്ടാണ്. ബ്രാൻഡഡ് കണ്ടന്റ് എന്ന് പറയുന്നത് പല കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് നമുക്ക് പല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുവഴി കമ്പനികൾ നമുക്ക് ക്യാഷ് തരും. അതാണ്
ബ്രാൻഡഡ് കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. ഇനി ബ്രാൻഡഡ് കണ്ടന്റ് തന്നെ 2 ഓപ്ഷൻ വേറെ വരുന്നുണ്ട്. നമുക്ക് മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഡിസ്കവർ പ്രൊജക്ട്, അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് കണ്ടന്റില് മാർക്കറ്റ് പ്ലേസും ഡിസ്കവർ പ്രൊജക്റ്റും ഓപ്പൺ ആയി കിട്ടും. ഇതിൽ ഒരുപാട് കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ടായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. ഇനി മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഡിസ്കവർ പ്രൊജക്ട് എന്നുള്ള ഓപ്ഷൻ വഴി നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ബ്രാൻഡഡ് കണ്ടന്റിൽ വന്നിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പല കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. 6000 രൂപ സ്റ്റാർട്ടിംഗ് മുതൽ ഏകദേശം 4 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റ് പ്ലേസ് ഡിസ്കവർ പ്രൊജക്ട് വഴി കിട്ടുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ ബ്രാൻഡഡ് കണ്ടന്റ് എന്ന് പറയുന്ന സെക്ഷൻ വഴി ഡിസ്കവർ പ്രൊജക്ട് എടുത്തു കഴിയുമ്പോൾ പല കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനികൾ തരുന്നുണ്ട്. അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവർ പറയുന്ന രീതിയിൽ നമ്മൾ റീൽസ്, പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ അവരൊരു എമൗണ്ട് പറയുന്നുണ്ടായിരിക്കും. ആ ഒരു എമൗണ്ട് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അവർ പറയുന്ന ഡേറ്റില്, സമയത്തില് പറയുന്നത് പോലെ നമ്മൾ റീല് അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രമുള്ള ഒരു കണ്ടീഷൻ മാത്രമേ അവർ പറയുന്നുള്ളൂ. ദെൻ ഇനി മൂന്നാമതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെയ്ഡ് പ്രൊമോഷൻസ് ആണ്. പല കമ്പനികളുമായിട്ട് നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ, അവരിൽ നിന്നും ക്യാഷ് മേടിച്ചുകൊണ്ട് നമ്മുടെ ഫോളോവേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതാണ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആഡ്സ് ഇൻ പ്രൊഫൈൽ ഫീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വരുന്നതേ ഉള്ളൂ, നിലവിൽ നമുക്ക് എല്ലാ ആളുകൾക്കും ഓപ്പൺ ആയി കിട്ടിയിട്ടില്ല. ദെൻ അഞ്ചാമതായിട്ട് വരുന്നത് ബോണസ് പ്രോഗ്രാം ആണ്. 2023 നവംബർ മുതൽ 2024 ജൂലൈ വരെയായിരുന്നു ബോണസ് പ്രോഗ്രാം ഇന്ത്യയിൽ വന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ അത് പോസ് ആയിരിക്കുകയാണ്. 2024 ജൂലൈ മുതൽ പോസ് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസം മുമ്പ് പല ക്രിയേറ്റേഴ്സിനും ഇൻവിറ്റേഷൻ മെറ്റ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തന്നെ കൊടുത്തുകൊണ്ട് ബോണസ് പ്രോഗ്രാം വീണ്ടും ഓപ്പൺ ആയിരിക്കുകയാണ്. ബോണസ് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ബോണസ് പ്രോഗ്രാമിൽ കമ്പനി അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന ആ ഒരു കമ്പനി നമുക്കൊരു ടാർഗറ്റ് വെച്ച് തരുന്നുണ്ടായിരിക്കും. ആ ഒരു ടാർഗറ്റിൽ നമുക്ക് ചിലപ്പോൾ $100 ആയിരിക്കും, 150 ആയിരിക്കും, ചില ആളുകൾക്ക് $5000 വരെ പോയ ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതായാലും നോർമലി നമുക്കൊക്കെ ഒരു $300 ഇടയ്ക്ക്, 100 മുതൽ $300 ഇടയ്ക്കാണ് ഇതിൽ കാണിക്കുന്നത്. ചിലപ്പോൾ 100-150 റീൽസ് ആയിരിക്കും അവർ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. ഈ ഒരു അപ്ലോഡിങ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പറയുന്ന ആ ഒരു $100 മുതൽ $300 വരെയുള്ള ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് ബോണസ് പ്രോഗ്രാം വഴി ഇൻസ്റ്റാഗ്രാം ഏറ്റവും കൂടുതലായിട്ട് ക്യാഷ് കൊടുക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ബോണസ് പ്രോഗ്രാം നിങ്ങൾക്ക് ഇൻവിറ്റേഷനിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു 5 രീതിയിലും അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 രീതിയിലുമാണ് ക്യാഷ് ഏറ്റവും കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും മെസ്സേജ് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.